അപ്പോൾ എൻ്റെ പച്ചക്കറി തോട്ടത്തിൽ ഞാൻ വന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ പച്ചക്കറിക്ക് മണ്ണിടലാന്ന് കേട്ടോ. അപ്പം എൻ്റെ പച്ചക്കറി തോട്ടം എല്ലാവരെയും ഒന്ന് കാണിച്ചു തരേ. അപ്പോൾ ഇതെൻ്റെ വെണ്ട കൃഷിയാണേ. വെണ്ടയാണിത്. എൻ്റെ വെണ്ട കൃഷി. എൻ്റെ വെണ്ട കൃഷി ആണിത് കേട്ടോ. അപ്പോൾ ഞാൻ പുതുമഴ പെയ്യുമ്പം തന്നെ ഞാൻ നട്ടു കൊടുത്തിന് കേട്ടോ. അപ്പോൾ കൃഷിഭവനും കൃഷി ഓഫീസറും പഞ്ചായത്ത് പ്രസിഡൻ്റെല്ലാം വന്നിട്ട് ഉദ്ഘാടനം കഴിച്ചു. മുളക് തൈയെല്ലാം നട്ട്. അതിന് മുന്നേ ഞാൻ കുറച്ച് വെണ്ട നട്ടിനേരും. അപ്പോൾ നല്ലോണം പുണ്ണാക്ക് ഇട്ട് കൊടുത്തിനെ. പുണ്ണാക്കും കോഴിവളവും ആലവളവും വെണ്ണീരും എല്ലാം കൂടി കൂട്ടി മിക്സാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിന്. അപ്പോൾ നല്ലോണം പുണ്ണാക്ക് വീണിന്. അതുകൊണ്ട് മഴയായാലും വെണ്ട ഒക്കെ നല്ല കുറച്ച് കരുത്തല്ലുണ്ട്. ഇതെൻ്റെ പയറ് കൃഷി കേട്ടോ. പയറെന്ന് പറഞ്ഞാൽ പയറ് നാടൻ പയറാണ് കേട്ടോ. ഞാൻ പിന്നെ മുമ്പേ നാടൻ പയർ നട്ടിട്ട് അതിൻ്റെ വിത്തെടുത്ത് വെച്ചിട്ട് അത് തന്നെ നട്ടതാണ്. ഞാൻ ഹൈബ്രിഡ് ഒന്നും ഇപ്രാവശ്യം ചെയ്തിട്ടില്ല. എല്ലാം നാടനാണ്. അതുകൊണ്ട് കുറച്ച് വൈകും ഉണ്ടാകാൻ തുടങ്ങിയാൽ നല്ലോണം ഉണ്ടാവും. അപ്പോൾ ഉണ്ടാകാനായില്ല. അപ്പോൾ ഇതാണ് എൻ്റെ പയറ് തോട്ടം. എല്ലാം ഇപ്പം കാണുന്നുണ്ട്. അപ്പോൾ ആഫ്രിക്കൻ ഒച്ചിനെ കൊണ്ടുള്ള ശല്യം കൊണ്ട് രാവിലെയും വൈകുന്നേരവും അങ്ങനെ വന്ന് എന്താ പറയുക, അങ്ങനെ രാത്രി വരെ വല്ലതും വന്ന് നോക്കിയിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇത് വഴുതന കൃഷിഭവനിൽ നിന്ന് തന്നതാണേ. മുളക് തൈയും വഴുതന തൈയെല്ലാം കൃഷിഭവനിൽ നിന്ന് തന്നതാണ്. പയറല്ല, പയറും വെണ്ടയും എൻ്റെ സ്വന്തമാണ്, നാടനാണ്. അപ്പോൾ ഇന്ന് മണ്ണിടാൻ വേണ്ടിയിട്ട് നമ്മളടുത്തുള്ള ഒരു സോമാട്ടനെ കൂട്ടിയിട്ടാണ് ഉള്ളത് ഞാൻ. അപ്പോൾ ഒരു 10 മല്ലിക തൈ ഞാൻ മറ്റേ കൃഷിദീപം വണ്ടിക്കാരോട് വാങ്ങി നട്ടതാണ്. മല്ലിക തൈ വാങ്ങിയിട്ടില്ല. സോമാട്ടൻ മണ്ണിടുന്നുണ്ട്. മുളക് തൈക്കാന്ന് മണ്ണിടുന്നു. അച്ചുവേട്ടനും സോമാട്ടനുമാണ് പണിയെടുക്കുന്നത് കേട്ടോ. ഭയങ്കര ഉറപ്പാണ് മണ്ണിന്. അതുകൊണ്ട് ആ പിക്കെല്ലാം എടുത്തിട്ട് കളക്കലാണ്. ചേമ്പ് കൃഷിയാണ്. ഇത് നമ്മളെ താലോരിയാന്നേ. താലോരി നമ്മൾ പല പേരുമില്ലേ ഇതിന്, പീച്ചിങ്ങ എന്നെല്ലാം പറയുന്നത്. നമുക്ക് താലോരിയാണ്. അപ്പോൾ ഇതും നാടനാണ് കേട്ടോ. ഇതും കുറച്ച് കഴിഞ്ഞല്ലേ ഉണ്ടാവുള്ളൂ. ഹൈബ്രിഡാണെങ്കിൽ ഇപ്പോൾ ഇത് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ നാടനാണ് നട്ടിന്. നാടൻ വയ്യാകുമ്പോൾ നല്ലോണം ഉണ്ടാകുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു രുചി വല്ലൊരു നല്ല മാറ്റം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ നാടൻ നട്ടത്. അപ്പോൾ ഇതാണ് എൻ്റെ താലോരി. വെണ്ട മൊത്തം പച്ചക്കറി തോട്ടമായത്. വെണ്ടക്ക പറിക്കാനായി തുടങ്ങി. വേറെയെല്ലാം പിന്നെ പൂവ്, പയറിനെല്ലാം പൂവ് ഇങ്ങനെ ഇടുന്നുണ്ട്. ഒരാഴ്ച 2 ആഴ്ച കഴിയേണ്ടി വരും. അപ്പോൾ ഇതാണ് എൻ്റെ പച്ചക്കറി തോട്ടം.